ഈ പാട്ട് കേൾക്കാത്ത മാപ്പിളപ്പാട്ട് പ്രേമികളുണ്ടാവില്ല. ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് 90കളിലാണ്. ഇതാര് രചിച്ചെന്നും ആര് സംഗീതം നൽകിയെന്നൊന്നും ആര് പാടിയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി അങ്ങ് മലപ്പുറത്ത് താനൂരിൽ നിന്ന് ഒരു ഉമ്മ എന്നെ കാണാനെത്തി. ഒപ്പം മകളും മരുമക്കളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെത്തി എന്നെ പരിചയപ്പെടാൻ വന്നപ്പോൾ ഞാൻ എന്നെ പലപ്പോഴും കാണാൻ വരുന്ന ഉമ്മമാരിൽ ഒരാളായിട്ടാണ് കരുതിയത്. ആ ഉമ്മ എന്നെ കാണാൻ വരുമ്പോൾ എന്നെ പലപ്പോഴും കാണാൻ വരാറുള്ള ഒരുപാട് ഉമ്മമാരിൽ ഉപ്പമാരിൽ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പേര് ആബിദ റഹ്മാൻ എന്ന് പറഞ്ഞപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. ചാവക്കാട് റഹ്മാൻ എന്ന് കേട്ടപ്പോഴും ഞാനങ്ങനെ എൻ്റെ ഒരു കാലഘട്ടവും പ്രായവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോഴാണ് മാപ്പിളപ്പാട്ടും ഉമ്മയൊരു പാട്ടുകാരിയാണെന്നും മൂത്ത മകളും നല്ല പാട്ടുകാരിയാണെന്നും ഒക്കെ അറിയുന്നത്. അങ്ങനെ വെറുതെ സംഭാഷണത്തിനിടയിൽ പ്രത്യേകിച്ച് കുശലം പറയാനും ഉമ്മയെക്കൊണ്ട് പാട്ട് പാടിക്കാനുമൊക്കെ ഇരുന്നപ്പോഴാണ് ദേ ഈ പാട്ട്. ചാവക്കാട് അബ്ദുറഹ്മാൻ എന്ന ഇത് കമ്പോസ് ചെയ്തത് ഉമ്മയുടെ ഭർത്താവ് ചാവക്കാട് റഹ്മാൻ എന്ന വലിയ മനുഷ്യനാണെന്ന് കേൾക്കുന്നു. ഇന്ന് ഞാൻ ഉമ്മയുമായി നടത്തിയ വർത്തമാനമാണ്. ഒരുപാട് ഇഷ്ടത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ. ഒരു അഭിമുഖത്തിൻ്റെ ഫോർമാറ്റൊന്നുമില്ല. ഉമ്മയോടിരുന്ന് സംസാരിക്കുന്ന ഒരു മകൻ്റെ ഭാവത്തിൽ കേൾക്കാമത്. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലത്തല്ലി രക്തം ചിന്തിയ ഭക്തിയിലെ റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലത്തല്ലി രക്തം ചിന്തിയ ഭക്തിയിലെ. താനൂരിൽ നിന്ന് വന്നതാണ് ഉമ്മ. യാത്രയൊക്കെ ചെയ്യാൻ വലിയ പ്രയാസമുണ്ടെങ്കിലും വെറുതെ എന്നെ കാണണം. സത്യം അപ്പോൾ അങ്ങനെ ഉമ്മ വന്നതാണ്. എനിക്കാകട്ടെ എൻ്റെ ഉമ്മ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഈ ഉമ്മമാരെൻ്റെ ഒരു വീക്ക്നെസ്സാണ്, അമ്മമാർ. അപ്പോൾ അതുകൊണ്ടിങ്ങനെ വന്ന് ലോഹിയൊക്കെ പറഞ്ഞു. എൻ്റെ സഹപ്രവർത്തകൻ്റെ ആ ബന്ധമൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് ഒരു കാലത്തെ ഒരു മഹാഗായികയായിരുന്നു എന്ന് ഇങ്ങനെ സംസാര മധ്യേ പറഞ്ഞു പോയപ്പോൾ ഉണ്ടായിരുന്നു, കേട്ടു. എൻ്റെ ഉമ്മയായിട്ട് കുറച്ച് സമാനതകളുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഉമ്മ ഇതിനേക്കാൾ 2 വയസ്സോടെ മൂത്തതായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് ചാവക്കാട് റഹ്മാൻ എന്ന് പറയുന്ന ഒരു കാലത്ത് മലബാർ ഗസലുകളുടെയും പാട്ടുകളുടെയും ഒക്കെ മനോഹരമായിട്ട്, ഒരു കാലത്തല്ല ഇപ്പോഴും ഉണ്ട്, അതെനിക്ക് തോന്നുന്നു മട്ടാഞ്ചേരി മുതൽ അങ്ങോട്ട് തെക്കൻ കേരളത്തിൽ അങ്ങനെ അധികം നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ മട്ടാഞ്ചേരി മുതൽ അങ്ങോട്ട് പോയി മലപ്പുറം കോഴിക്കോടൊക്കെ അതിൻ്റെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വളരെ ചെറുപ്പക്കാരിയായ ആബിദ റഹ്മാൻ എന്ന് പറയുന്ന ഉമ്മ. അപ്പോൾ ഉമ്മ കുറച്ച് ഈ പാട്ടുകളൊക്കെ മൂളും. പാടാനൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ ഏജിൽ പറ്റുമോ? ശ്രുതിയൊക്കെ ഒപ്പിച്ച് നോക്കാം. എത്ര വയസ്സ് മുതൽ പാടുമായിരുന്നു ഉമ്മ? 13 വയസ്സിൽ പാടുവാരൊക്കെ പോകാൻ തുടങ്ങിയിരിക്കണം. 13 വയസ്സിലൊക്കെ പാടാൻ പാടും. അന്നത്തെ ഗാനമേള ആയിട്ട് പോകുമായിരുന്നു. പിന്നെ അക്കാഡമി ചേർന്നു. എവിടെ? ഏത് അക്കാഡമിയിൽ? പാലക്കാട് ചെമ്പൈ. അന്ന് ചെമ്പൈയിൽ അന്ന്
പാലക്കാട് മ്യൂസിക് അക്കാഡമി എന്നാ പറയില്ലേ. പറയില്ല. അന്നൊക്കെ ഉമ്മ ഈ സംഗീതത്തിനൊക്കെ പഠിക്കാൻ ചേരുന്ന കാലത്ത് ഈ ശരിക്കും അതിൽ ചേരാവോ ചേർന്നുകൂടെ എന്നൊക്കെ പറയുന്ന മതപര അങ്ങനെ തർക്കമൊന്നും ഉണ്ടായില്ല. മതപരമായ വാപ്പായ്ക്ക് അതിൽ എതിർപ്പൊന്നും ഇല്ലായിരുന്നു. വാപ്പൊക്കെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. വാപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി. വേറെ ആരും എതിർത്തൊന്നുമില്ല ഉമ്മ. അപ്പൊ അങ്ങനെയാണ് ഉമ്മ പഠിക്കാനൊക്കെ എന്തൊക്കെ പഠിച്ചാല് പിന്നെ മ്യൂസിക് ടീച്ചറായിട്ടൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ചേർന്ന് അന്നേ ചേർന്നു. അത് ചേർന്നത് അന്ന് 69-70 കാലത്താണ്. 70 കാലത്താണ്. ഈ അന്ന് ഈ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ വലിയ എന്തെങ്കിലും ഇതൊക്കെ കിട്ടുമായിരുന്നോ? മീൻസ് നമുക്ക് കിട്ടുന്ന വരുമാനമൊക്കെ അതൊക്കെ കുറവാണ്. അന്നൊക്കെ വളരെ കുറവാണ്. വളരെ കുറവാണ്. പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടം പാട്ട്, അത് നമ്മുടെ മനസ്സ് നിറഞ്ഞ് പാടുക, അതിലപ്പുറമുള്ള ഇതൊന്നും ബെനിഫിറ്റ്സൊന്നും നമ്മൾ അത്ര ഇതാവില്ല, കൂടുതൽ ശ്രദ്ധിക്കാറില്ല. പാടണം എന്നുള്ളതല്ല. അതല്ല കച്ചേരികളൊക്കെ ചെയ്തായിരുന്നു. തമിഴ്നാട്, പഴനി, മധുര, പൊള്ളാച്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കച്ചേരിയൊക്കെ ചെയ്തായിരുന്നു. ഈ ഒരു രഹസ്യം ചോദിക്കട്ടെ, ഒരു രഹസ്യം. ഈ ഉപ്പായെ പ്രേമിച്ചതായിരുന്നു? പ്രേമിച്ച അതിൽ രഹസ്യമില്ലല്ലോ. രഹസ്യമില്ല. ആണോ? അതേ നല്ല ഗായകനായിരുന്നു. നല്ല ഗായകനാ, നല്ല തബലിസ്റ്റാണ്. പിന്നെ ഇവിടെ കായംകുളം പീപ്പിൾസിൽ 8 കൊല്ലം ഉണ്ടായിരുന്നു മൂപ്പര്. കായംകുളം പീപ്പിൾസ് KPSCയിലൊക്കെ ഉണ്ടായിരുന്നു. തബല വായിക്കാനും പെട്ടി വായിക്കാനും പാടാനൊക്കെ 8 വർഷം അവിടെ ഉണ്ടായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ? 62 വയസ്സിൽ മരിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഉമ്മയും കൂടെ പോവുകയൊക്കെ? അതെ. ഞങ്ങൾ മൂത്ത മോളും ഞങ്ങൾ ഇതായിട്ടാണ്, ഫാമിലി ആയിട്ട്. മൂത്ത മോളും പ്രശസ്തയാണ്. സരിത റഹ്മാൻ. സരിത റഹ്മാനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗസൽ ഒക്കെ പാട്ടുകളിലൊക്കെ പലപ്പോഴും പാടാനൊക്കെ ആയിട്ട് ഞാനും കേട്ടിട്ടുണ്ട് സാമൂഹ്യ മാധ്യമത്തിലൊക്കെ. അപ്പോൾ ആ താരത്തിൻ്റെ ഉമ്മയാണ് ഈ താരം. വേറെയും പാട്ടുകാരൊക്കെ ഉണ്ട് വീട്ടിലില്ലേ? മോള് പോലും പാടും. രണ്ടാമത്തെ മോളും പാടും. രണ്ടാമത്തെ എല്ലാവരും പാടും. 3 പേരും പാടും. പക്ഷെ മൂത്തോളാണ് ആദ്യം തന്നെ ഈ പാട്ടിൻ്റെ വഴികളിൽ പോയത്. ഇപ്പോൾ ഇവിടെ 3-4 കൊല്ലമായി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ചായപ്പോൾ അവൾക്കുള്ള താല്പര്യം ഭർത്താവിനോട് പറഞ്ഞ് അങ്ങനെ അവളിപ്പോൾ പാടാനൊക്കെ പാടാതെ. അൽഹംദുലില്ലാ. ഏതൊക്കെ ഭാഷയിലുള്ള പാട്ട് പാടുമായിരുന്നു? ഹിന്ദി, മലയാളം, തമിഴ് എല്ലാം പാടുമായിരുന്നു. തമിഴിൽ ഏത് പാട്ടായിരുന്നു പാടിയിരുന്നത്? ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടിയ 4 വരി. ഇപ്പം എങ്ങനെ ഉണ്ടാവും പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് 10-70 പാട്ടിന്റെ പ്രാന്ത് കൊണ്ട് പിന്നെ പാടി പോവാണ്. ഉന്നെ കാടാതെ കണ്ണും കണ്ണല്ല, ഉന്നെ എണ്ണാതെ നെഞ്ചും നെഞ്ചല്ല, നീ சொல்லாத சொல்லும் சொல்லல்ல, நீ இல்லாமல் நானும் நானல்ல, நீ இல்லாமல் நானுം നാനല്ല. ശബ്ദമൊന്നും പോയിട്ടില്ല. ഇതിൽ ശബ്ദമൊന്നും പോയിട്ടില്ല. മാഷാ അല്ലാഹ്. ശബ്ദമൊക്കെ ഉണ്ട്. കൂടുതൽ അന്നൊക്കെ പി സുശീലന്റെ പാട്ടാണ്. സുശീലാമ്മയുടെ പാട്ട് എങ്ങനെയായാലും ആ പാട്ടിലേക്ക് തന്നെ വരില്ല. മലയാളം തമിഴായാലും ഒക്കെ. മലയാളത്തിലെ സുശീലാമ്മയുടെ ഏത് പാട്ടാ ഇഷ്ടമുള്ള? ഒന്ന് പാടിയേ ഏതെങ്കിലും. ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാന ഗോപുരമേ, കോടി ജന്മങ്ങളായി നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ, നൃത്തമാടി വരുന്നു മീരാ, ദ്വാരകേ ദ്വാരകേ. ഞാനിപ്പോൾ ഈ മുഖം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഇത് കാണിച്ചിട്ട് ഈ പാടുന്ന ആളിന് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ ആളുകൾ പറയും ഒരു 18-19 വയസ്സായി. ഹിന്ദി പാട്ട് ഏതാ? ഗസലൊക്കെ പാടുമായിരുന്നു അല്ലെ? ഹിന്ദി പാട്ട് പോപ്പുലർ ആയിട്ടുള്ള മലബാറുകാരൊക്കെ പൊതുവെ ഹിന്ദി പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോള് ഗസലാണ് കൂടുതൽ പാടല്.
रहना बीत जाए शाम न आए रहना बीत जाए शाम न आए निंदियान आए निंदियान आए रहना बीत जाए शाम न आए रहना बीत जा. അടിപൊളി. എന്നാലും നിങ്ങളെ കണ്ടതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് കണ്ടതിലും പാട്ട് കേട്ടതിലും അതിനേക്കാൾ വലിയ സന്തോഷം. താങ്ക് യു. നിങ്ങളെല്ലാ ചാനലും ഞാൻ എപ്പോഴും കാണുകയെ. അപ്പം എന്തായാലും ഇപ്പം ഞാൻ ഇപ്പം ഇവരോട് പറയും, എൻ്റെ വരുമാനം പിന്നെ അനീസിനോട് ഞാൻ പറയാം. അപ്പം ഞാൻ ആരിഫിൻ്റെ കമ്പനിയിലാണ്. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇത്ര ദൂരമൊക്കെ അല്ലേ. അതേമാതിരി ഞാൻ ഇഷ്ടപ്പെട്ട ദാസേട്ടൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ജയചന്ദ്രൻ്റെ കൂടെ പരിപാടിക്ക് പാടിയിട്ടുമുണ്ട്. ഞങ്ങളൊരു ആൽബത്തിൽ മൂപ്പര് പാടുകയും ചെയ്ത്. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മളെ ഗസൽ ഗായകൻ ഹരിഹരൻ. അതേമാതിരി അത് ആഗ്രഹിച്ചതാണ്. പക്ഷെ 2 കൊല്ലം മുമ്പ് എനിക്ക് നേരിട്ട് ഇതേമാതിരി കാണാനും കൈ പിടിച്ച് നല്ല വർത്താനം പറയാനൊക്കെ എനിക്ക് സഹായിച്ചു. അതേമാതിരി ഇപ്പോൾ അവരുമായിട്ടൊന്നും ഒരു താരതമ്യമുള്ള ആളല്ല ഞാൻ. ഞാനൊരു പാവപ്പെട്ടവനാണ്. ഇപ്പം ഈ കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ ഈ പറയുന്ന യേശുദാസും ജയചന്ദ്രനും ഒക്കെ കേട്ട് ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ പാടുണ്ടല്ലോ. ഓ ചെറുതായിട്ടൊക്കെ ഒരു കൊതി കൊണ്ട് പാടുന്നു. അത് പാടരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് കാണുന്നവർ പറയുകയും ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും നിങ്ങൾ ഇങ്ങനെ പാടുണ്ടല്ലോ എന്നുള്ള വിചാരിക്കും ഞാൻ. 4 പേര് കൂടുതൽ പാടിയാൽ എന്താന്ന്. ഈ പൊതുവിലേ ഈ ഇങ്ങനെ പറയും പാട്ട് സംഗീതം എന്നൊക്കെ പറയുന്നതുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് ഇത് കഴിയുമ്പം ഇപ്പോൾ ഉമ്മ നിസ്കരിക്കുകയൊക്കെ ചെയ്യുമല്ലോ, എല്ലാ ഒക്കത്തും നിസ്കരിക്കുക, ഖുർആൻ ഓതും, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെയാണ് സംഗീതം ഉള്ളത്. പണ്ട് പറയും ദൈവത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴി സംഗീതം, പാട്ട്. അല്ല അതുകൊണ്ട് ചിലർ സമ്മതിക്കില്ല. ചില മുസ്ലിയാക്കന്മാർ പറയും ഇങ്ങനെ സംഗീതമൊക്കെ ഭയങ്കര ഇതാന്ന്. പക്ഷെ സംഗീതാത്മകമായി ഖുർആൻ ഓതുക, സംഗീതാത്മകമായി ബാങ്ക് വിളിക്കുക, പിന്നെ അതുപോലെ കിളികളുടെ സംഗീതം, പ്രകൃതിയിലെ സംഗീതം, ഇതെല്ലാം ആണ്. പക്ഷെ അവർ ഈ പറയുന്നവരുടെ എല്ലാം മൊബൈലിനകത്ത് മ്യൂസിക് ടോണൊക്കെ സംഗീതത്തിൻ്റെ ആയിരിക്കും. ഒന്നും പറയണ്ട, ഉമ്മ പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. സന്തോഷമാണ്. വളരെ എത്രയെന്ന് പറയാൻ പറ്റില്ല. അൽഹംദുലില്ലാ. കലാകാരൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. സാധാരണ ഈ കലയൊക്കെ അദ്ദേഹം യാത്രയും പോക്കും ലൈഫ് അങ്ങനെ പോണത്. ഓ നിങ്ങൾ ഒരുമിച്ചാണ് യാത്ര? ഒരുമിച്ചിട്ട് തന്നെയാണ്. ഇപ്പം ഈ കായംകുളത്തൊക്കെ നേരത്തെ വന്ന് നിന്നിട്ട് അത് മൂപ്പരാണ് വന്നായിരുന്നത്. മൂപ്പര നമ്മൾ 78 കല്യാണം കഴിഞ്ഞത്. അവർ 68 മുതൽ 72 വരെ എന്തോ കായംകുളം പീപ്പിൾസ് KPSC-യിലൊക്കെ. ഈ ഇതിൽ നിന്നൊക്കെയുള്ള ഒരു വരുമാനം ശരിക്കും പറഞ്ഞാൽ ഈ ജീവിതം കൊണ്ടുപോകാൻ മതിയാവുമായിരുന്നു. അങ്ങനെ തട്ടിമുട്ടി പോകും. പിന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിനും പാട്ട് ഒഴിച്ചിട്ടുള്ള വേറെ ഒന്നുമില്ല. വേറെ ഒരു ഇതിൽ പെട്ടി ഉണ്ടെങ്കിൽ അത് അവിടെ ഒരു ദിവസം മുഴുവനും അവിടെ ഇരിക്കും. എന്നെ വിളിച്ചിരുത്തുകയും ചെയ്യും, മൂപ്പര് ട്യൂൺ ചെയ്യും. ട്യൂൺ ചെയ്യലാണ് മെയിന്. അപ്പോൾ പുള്ളി പാടിയ പാട്ടും അല്ല ഓർമ്മയുണ്ടോ? ഇവരെ ഹിറ്റ് പാട്ട് അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താലാവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ. ഇതാണ് മൂപ്പരുടെ മാസ്റ്റർ പീസ്. അങ്ങനെ അറിയപ്പെടല് ചാവക്കാട് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ ഈ പാട്ടാണ്. 78-79 ഞങ്ങളിത്
മദ്രാസ് ഇൻഡർകോ റെക്കോർഡിംഗ് കമ്പനിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തത്. അദ്ദേഹമാണോ ഇത് ഒറിജിനലി പാടിയത്? ആ മൂപ്പര് നമ്മളെ പാട്ടാണത്, നമ്മുടെ പാട്ടാണത്. ഓ അത് ശരി. ആ ഞങ്ങളെ ഒരുപാട് ആൾക്കാർക്കൊന്നും നമ്മൾക്ക് ഇപ്പോഴല്ലേ പ്രസിദ്ധം ഒക്കെ ഉണ്ടായിട്ടുള്ളത്, അന്ന് അതൊന്നും ഇല്ലല്ലോ. നമ്മള് ആ വരികളെല്ലാം അദ്ദേഹം എഴുതിയതാണ്? അല്ല, എഴുതിയത് വേറെ. അബു സൈഫുദ്ദീൻ പറഞ്ഞ ചാവക്കാട് ഉള്ളൊരു ആളെ ഞാൻ എഴുതിയത്. വലിയ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഒന്നും സാധാരണ ഒരു നാടനാണ്, വളരെ നാടനായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥ അങ്ങനെ ഒന്നല്ല. ആ മൂപ്പര് എഴുതിയൊക്കെ ഇവിടുത്തെ കൊണ്ടേ കൊടുത്ത് പറഞ്ഞ് ഇത് ഒന്ന് റഹ്മാൻ എന്തൊന്നും ട്യൂൺ ചെയ്യിക്കുന്നു പറഞ്ഞപ്പോൾ അപ്പോൾ ഇവർ വരിക ചില പാട്ടുകൾ ഇവർക്ക് ഇങ്ങനെ വരികൾ നോക്കിയാൽ തന്നെ വേഗം മനസ്സിലാവും. അതെ, അങ്ങനെ ഇപ്പം ഈ പാട്ട് വരികളും ട്യൂൺ ചെയ്തപ്പോൾ തന്നെ റമാക്ക പറഞ്ഞ് അബുക്ക ഇതൊരു സംഭവമാവട്ടെ ഈ പാട്ട്, എല്ലാവരിലേക്കും എത്തൂട്ടെ ഈ പാട്ട്. പിന്നെ ഇവരും വരച്ച ശേഷമാണ് ഇത്രയും പോപ്പുലാരിറ്റി. ഞാൻ ഈ പാട്ടൊക്കെ ഒരു 88, 90 അന്ന് ഈ എന്താ പറയുന്നത്, ആരവരുടെ പേര് ഞാൻ മറന്നുപോയി, വിളയിൽ ഫസീല അവരുടെ എന്തോ മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നാണ് VM കുട്ടിയും ഒക്കെ പാടുമ്പോൾ ഈ അള്ളാഹു അക്ബർ എന്ന്. ഞാനിപ്പോൾ ഉമ്മ ശരിക്കും പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ടായിരുന്നു. അല്ല, അവര് ട്യൂൺ ചെയ്ത പാട്ടാണത്. അത് പിന്നെ ഈ അദ്ദേഹത്തെയൊക്കെ ഈ പറയുന്ന പോലെ ഈ നാട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇഷ്ടപ്പെടുന്നവരങ്ങനെ ഓർക്കാറുണ്ടോ? അവരങ്ങനെ പഴയ ആൾക്കാരൊക്കെ, പുതിയ ആൾക്കാർക്കൊന്നും എന്നെ അറിയില്ല, പുള്ളി അറിയില്ല. നമുക്ക് പിന്നെ അതിന്റെ ആവശ്യം, നമുക്ക് നമ്മളെ ഒരു പാഷൻ എന്നൊക്കെ പോലത്തെ ഭാഷയിൽ പറഞ്ഞ മാതിരി നമുക്ക് പാട്ട് എൻ്റെ മക്കളെ തന്നെ, എൻ്റെ മൂത്ത മോളെ തന്നെ നേരം വെളുത്ത റേഡിയോ ഓൺ ചെയ്ത് ആ പാട്ട് കേട്ടിരിക്കലെന്നെ, വേറെ ഒന്നുമില്ല. അതിന് എത്ര വരുമാനം കിട്ടി അതൊന്നൊരു എണ്ണയല്ല നമുക്ക്. പാട്ട് അതിൽ തന്നെയാണ് ആ മൂപ്പര് മരണപ്പെട്ടത്. അങ്ങനെ തന്നെ. പക്ഷെ പലതും ചെയ്ത് തീർക്കാനും ഈ കലയിൽ തന്നെ അതിനൊന്നും ഉള്ള അവസരം കിട്ടിയില്ല. പെട്ടെന്ന് 10 ദിവസം ICUയിൽ കിടന്ന് അങ്ങനെ മരണപ്പെട്ടു. ഏത് പള്ളിയിലൊക്കെ അടക്കിയത്? അവിടെ പുത്തൻതെരുവ്, ചാവക്കാട്. അല്ലല്ല, ഇവിടെ താനൂർ പുത്തൻതെരുവ്. അവിടെ ഉണ്ട് ഇവിടത്തെ പേര്. അവിടെ ഞങ്ങൾക്കൊണ്ടൊരു പുത്തൻതെരുവ്. ഇതിരിക്കുന്ന ഒരു പുത്തൻതെരുവാ. ആലോചിച്ച് നോക്കിയേ, അത് പെട്ടെന്ന് കണക്ട് ചെയ്ത് കണ്ട ആ പുത്തൻതെരുവ് ഈ പുത്തൻതെരുവ്. അൽഹംദുലില്ലാ തന്നെയാണ്. അപ്പൊ സന്തോഷമായല്ലോ? വളരെ സന്തോഷമായി. എല്ലാവരെയും സ്വർഗത്തിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ശരി, പാട്ട് പാടിയതിന് സന്തോഷം.